നമസ്കാരം. മീഡിയ 7-ൻ്റെ ചായ് ചാറ്റ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയായി വന്നിരിക്കുന്നത് മലയാളികൾക്ക് സുപരിചിതമായ ബിന്ദു വരാപ്പുഴയാണ്. അവരെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ബിന്ദു വരാപ്പുഴ വരാപ്പുഴയാണ് ജനിച്ചു വളർന്ന സ്ഥലം. ഏറെക്കാലമായി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷന് തൊട്ടു മുമ്പുള്ള ആൾക്കാർക്ക് ബിന്ദുവിനെ വളരെയധികം പരിചയമുള്ള ഒരാളാണ്. ഒരുപാട് സിനിമകളിൽ ലക്കി സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ഒരു സമയമുണ്ട്. ബിന്ദു അഭിനയിക്കുന്ന സിനിമകളിലുണ്ടെങ്കിൽ അത് വമ്പൻ വിജയമായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമ്മൾ അഭിനയിച്ചുകൊണ്ടായിരിക്കത്തില്ല വിജയിച്ചത്. നല്ല സബ്ജക്റ്റും നല്ല ആർട്ടിസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാനും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അതാണ് സത്യം. ഓക്കെ. വരാപ്പുഴയിൽ വരാപ്പുഴയിൽ ജനിച്ചു വളർന്ന ബിന്ദു സിനിമയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ ഒരു നമുക്ക് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോഴത്തെ നമ്മൾ കാണാൻ എല്ലാവരും ഒരുങ്ങി അതിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രയത്നിച്ചിട്ടാണ് ഒരു സീൻ അല്ലെങ്കിൽ ഒരു സീനോ അല്ലെങ്കിൽ ഒരു പാസിംഗ് ഷോട്ടോ അവർക്ക് കിട്ടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതുവരെ ഞാനൊരു ഷൂട്ട് പോലും കണ്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ വരാപ്പുഴയിൽ താമസിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കൊങ്ങണീസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അവരിങ്ങനെ അതിൽ ഒരു അങ്കിളുണ്ടായിരുന്നു. അവർ സിനിമയായിട്ടുള്ള ആരൊക്കെയോ ഇങ്ങനെ ജസ്റ്റ് മാനേജർമാരെയൊക്കെ അറിയണ ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പം എന്നോട് ചെറുതിലേക്ക് എല്ലാവരും പറയും, കാണാനൊക്കെ ഇച്ചിരി തൊലിവെളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വിചാരം സിനിമയിൽ പോയിട്ട് നമ്മളെന്തോ കോഴ്സ് ചേരുന്ന പോലെ എന്തോ ഒരു കോഴ്സാണെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അറിയത്തില്ല. ഇന്നിപ്പോൾ വരാപ്പുഴയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഇഷ്ടം പോലെ സുലഭമായിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന. പക്ഷെ അന്നത്തെ കാലത്ത് ഈ നമ്മൾ ജങ്കാറും ഇതൊക്കെയാണല്ലോ. അപ്പം അങ്ങനെ ആരും വരാപ്പുഴയ്ക്ക് ഷൂട്ടിന് വേണ്ടിയിട്ടൊന്നും വന്നിട്ടില്ല. പണ്ട് കാലത്ത് നസീർ സാറുള്ള സമയത്ത് ഏലൂർ വരെയൊക്കെ ഷൂട്ടിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വരാപ്പുഴയിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ബിന്ദു നീ സിനിമയിലേക്ക് ചേര്, നിന്നെ കാണാനൊക്കെ നല്ലതാ, നിന്നെ സിനിമയിൽ എടുത്തോളും എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞു എനിക്ക് പരിചയമുണ്ട്, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ച ഒരു കുട്ടിയും കൂടി ഉള്ള സമയമാണോ. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അച്ഛനും അമ്മയും വീട്ടിൽ നിൽക്കണ്ട, ഇനി കെട്ടി വീട്ടിൽ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒത്തിരി അല്ലല്ലോ, ഒരിക്കലും അറേഞ്ച്ഡ്. പക്ഷേ പണ്ട് കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആള് നമ്മൾ സൈസായിരുന്നു. നമുക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഒത്തിരി കല്യാണങ്ങൾക്കാർ അന്നേ വന്നിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നല്ലൊരു കാര്യം വന്നപ്പോൾ കെട്ടിച്ചു വിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് കുട്ടിയുമായി. അപ്പോൾ എല്ലാവരും ആ ഒരു ഫാമിലി സെറ്റപ്പിൽ ജീവിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത്. അങ്ങനെ അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, അങ്ങനെ ഒന്ന് വിളിച്ചു, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. പക്ഷെ പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു തുളസിദാസിൻ്റെ ഒരു പടം ചാഞ്ചാട്ടം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ട് നടക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും ഹസ്ബൻഡിനും ഒക്കെ ഇതിന് സപ്പോർട്ടായിരുന്നു? ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു. വീട്ടുകാരുന്നു അങ്ങനെ അവരോടൊന്നും പോയി നമ്മളിപ്പോൾ ചോദിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. കാരണം പുള്ളി ഒരു കലാകാരനായിരുന്നു, ഇഷ്ടമായിരുന്നു, ചെറുതിൽ തുടങ്ങി കലയോട് വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത വീട്ടിലെ അങ്കിൾ തന്നെയാണ് നമ്മുടെ കൂടെ ഒന്ന് വന്നത്. പിന്നെ പുള്ളി എൻ്റെ ചേട്ടന് വന്നു. ആ ഷൂട്ടിങ് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ആയതുകൊണ്ട് ഒരു 5 ദിവസം വർക്കുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് വലിയ വേഷമൊന്നുമല്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണല്ലോ. ഒരു ഓഫീസിൽ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. ജയറാമേട്ടനും മനോജ് കെ ജയനും ഉർവശിയും ഒക്കെ ഉള്ളൊരു പടമായിരുന്നു. അതിനകത്ത് അങ്ങനെ ചെയ്തു. പക്ഷെ ആ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പുതിയ ആളെന്ന രീതിയിൽ ഒത്തിരി പേര് കാണുകയും സംസാരിക്കുകയും നമ്പർ മേടിക്കുകയും. അന്ന് എനിക്ക് ഫോൺ നമ്പറൊന്നുമില്ല. അന്നൊക്കെ ഫോൺ നമ്പർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. PP നമ്പറാണ് അന്നൊക്കെ. അറിയാവുന്ന PP എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ് ആ നമ്പറൊക്കെ കൊടുത്തത്. പക്ഷെ വീണ്ടും അന്ന് ഏതോ ഒരു മാസികയിൽ, ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല, മുഖചിത്രമായിട്ടൊക്കെ വന്നു ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അപ്പം എങ്ങനെയോ ഞാൻ അറിയാതെ എല്ലാവരുടെ ഇടയിലോട്ട് അങ്ങനെ അറിയപ്പെട്ടു, ഒരു പുതിയ ആളുണ്ട്. അപ്പം അന്ന് ഞാൻ ചെറുതിലൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് 2nd സ്റ്റാൻഡേർഡിലും 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നാടകം മാത്രമല്ല, അന്നൊക്കെ അറിയാവുന്ന മുറിപ്പാട്ടുകളും ഒക്കെ പാടുമായിരുന്നു. അപ്പോൾ അഭിനയിക്കുന്ന കാര്യത്തിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഡാൻസും ഒക്കെ അറിയാവുന്നുണ്ട്.
അപ്പം ഇവിടെ ഈ ചെറിയ ഒരു ക്യാരക്ടറാണ് നമ്മൾ ചെയ്തിരുന്നെങ്കിലും മുഖത്ത് എന്തൊക്കെയോ റിയാക്ഷൻസൊക്കെ വന്നു എന്നാണ് വേണം നമ്മൾ ചിന്തിക്കാൻ. അതോടുകൂടി പിന്നെ നമ്മൾ ഓരോരുത്തരെ വിളിച്ചു തുടങ്ങി, അങ്ങനെ അങ്ങോട്ട് പോയി. ഓക്കെ. അമ്മ സപ്പോർട്ടായിരുന്നു? അച്ഛനും അമ്മയൊക്കെ ആദ്യം അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇത് സിനിമ എന്താണെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല. എൻ്റെ ചേട്ടന്മാരെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എൻ്റെ അച്ഛന് 4 ചേട്ടന്മാരാണ്. അപ്പം എൻ്റെ മൂത്ത സഹോദരന്മാരാണ്. അവർ അന്ന് എതിർപ്പൊക്കെ ആയിരുന്നു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വന്നു ചേട്ടനോട് പറഞ്ഞു, എടാ അങ്ങനെ പടത്തിലൊന്നും അഭിനയിപ്പിക്കാൻ കൊണ്ടുപോകണ്ട, വിടണ്ട. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ളത്? അന്ന് സിനിമനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമായിരുന്നു, അറിയില്ല സത്യത്തിൽ. ഇപ്പോൾ അന്ന് നാടകത്തിനെ കുറിച്ചും വളരെ മോശമാണ് അഭിപ്രായം. സ്റ്റേജ് നാടകം വളരെ മോശമായിരുന്നു അഭിപ്രായം. എന്ന് വെച്ചാൽ സ്ത്രീകൾ പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് വരുന്നു, അപ്പോൾ എന്തൊക്കെയോ ആണെന്നുള്ള തെറ്റിദ്ധാരണ ആണ്. നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവുമല്ലോ എവിടെ. ആ ഒരു തെറ്റിദ്ധാരണ സിനിമയെക്കുറിച്ചും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ ആരും അഭിനയിക്കാം. ഇപ്പോൾ ലൊക്കേഷനിലുള്ള ലൈവ് കാര്യങ്ങൾ അപ്പോഴപ്പോഴും ജനങ്ങൾ. അതെ അതെ. മാത്രമല്ല ഇപ്പോൾ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ അന്നൊരു ഗ്രാമപ്രദേശം പോലെ ആയിരുന്നു. ഇന്നിപ്പോൾ അതല്ല. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാനായിട്ടിരുന്നു. നല്ല ഭംഗിയുള്ള, ഞാൻ വന്നിട്ടുള്ളതാണ് വരാപ്പുഴ, കടമക്കുടി എന്നൊക്കെ. എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. ഓക്കെ. ഞാൻ ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും നമ്മൾ അവിടെ ആ സ്ഥലത്തെത്തുമ്പോൾ ഓണക്കാലം അല്ലെങ്കിൽ കൂടിയും നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു ഓണം വന്ന ഒരു പ്രതീതിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം പ്രത്യേകിച്ച് കടമക്കുടി ഏരിയയൊക്കെ. അതെ അതെ. ഈ വരാപ്പുഴ താമസിക്കുന്ന നിങ്ങളുടെ പോലുള്ള ആൾക്കാർക്ക് ഈ ഓണക്കാലം എങ്ങനെയായിരുന്നു? ഓണമൊക്കെ വളരെ രസമുള്ളൊരു കാലമായിരുന്നു. നിറയെ പൂക്കളും പാടങ്ങളുണ്ടായിരുന്നു. പാടങ്ങൾ ആ സമയത്ത് എന്തോ പാടത്ത് നെല്ലൊന്നും ഇല്ലാത്ത സമയം അങ്ങനെയൊക്കെ എന്തോ, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നിറയെ മുക്കുറ്റിപ്പൂവും കാക്കപ്പൂവും അതും ഒത്തുമ്പപ്പൂവും ഒത്തിരി ഞങ്ങളെല്ലാവരും കൂടി കൊട്ടയൊക്കെ ഇട്ട് പറിക്കാൻ പോവും. പിന്നെ അവിടെ ഈ ചെറിയ തോട് പോലെയൊക്കെ ഉണ്ട്. ആ തോട്ടിൽ മറ്റേ ചെളിമണ്ണുണ്ട്, അതെടുത്തിട്ട് വരിക. അമ്മച്ചി മാവേലിനെയൊക്കെ ഉണ്ടാക്കുന്ന അന്ന് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും, നമുക്കന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. തറയൊക്കെ കെട്ടി അതിലൊക്കെ ചെളി കൊത്തി അമ്മച്ചിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ കുട്ടികളെല്ലാം എടുത്തു കൊടുക്കും. പിന്നെ അതും മാത്രമല്ല, ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഓണക്കളി പഠിപ്പിക്കാനൊരു ആശാൻ വന്നു. ഞങ്ങൾ കുറേ പേരെ ഓണക്കളി പഠിപ്പിച്ചു. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അരങ്ങേറിയിട്ടുണ്ട്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളൂ. അപ്പോൾ അവിടെ പരിസരത്ത് നമുക്കന്ന് ഓണക്കളി അറിയില്ലെന്നുള്ളതല്ല. നീയും പോരെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവരെല്ലാവരും കൂടി എടുത്തിട്ട് വലിയൊരു ഗ്രൂപ്പായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഞങ്ങൾ എല്ലാ ഓണത്തിനും, അതായത് ഓണം തുടങ്ങുന്ന അത്തം മുതൽ ഓരോ വീടുകളിലും ഞങ്ങൾ പോയിട്ട് ഓണക്കളി കളിക്കും. കുറേ പാട്ടുകളൊക്കെ അറിയായിരുന്നു. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും വലിയ പ്രായമുള്ള സിംഗറാണെന്ന് കേട്ടിട്ടുണ്ട്. സിംഗർ ചെറിയ ഒരു പാട്ടിനോട് വളരെ കുറച്ച് പഠിച്ചിട്ടുണ്ട്, വളരെ കുറച്ച്. പാടിയിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, പക്ഷെ ആ പടം എന്തുകൊണ്ടോ നമ്മുടെ ഭാഗ്യം കൂടിപ്പോയതുകൊണ്ട് റിലീസായില്ല. ഏതായിരുന്നു പടം? ആ പടത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതിനകത്തൊരു 4 വരി സൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് പാടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പാടി നിസ്സാര ഒരു 3-4 മിനിറ്റ് കൊണ്ട് പറഞ്ഞത് പാടി പോന്നു. പക്ഷെ ഞാൻ അല്ലാതെ ചെറുതിലേ തുടങ്ങി തന്നെ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂളിലും പാടാറുണ്ട്, എവിടെ സ്റ്റേജ് കിട്ടിയാലും പാടാറുണ്ട്. പണ്ട് ഈ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെ കല്യാണമൊക്കെ വരുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, തലേ ദിവസം പാട്ടും മേളമൊക്കെ ആയിരിക്കും. അന്ന് മുതൽ പാടും. അന്നൊക്കെ ഒരു സഭാകമ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതില്ല, ആരെവിടെ പറഞ്ഞാലും പാടും. ബിന്ദു, നമുക്ക് വേണ്ടി ഒരു പാട്ട് കുറച്ച് പാടാമോ? പാട്ട് ബിന്ദുവിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മതി. നമ്മൾ അങ്ങനെ ഒരു പാട്ട് പാടും എന്നുള്ള ചിന്തയിലൊന്നും വന്നതല്ല. പാട്ട് പാടുക എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എത്ര പാട്ട് പാടിയാലും മതിയാവില്ല, കാരണം നോൺ സ്റ്റോപ്പാണ്. അതെൻ്റെ ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് പുള്ളി നല്ലൊരു പാട്ടുകാരനായിരുന്നു. മാത്രമല്ല എൻ്റെ മകള് പാടും, കൊച്ചുമോളൊക്കെ, അവരൊക്കെ സംഗീതം ശരിക്കും നന്നായിട്ട് കുറേ നാൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ പുള്ളി ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് എടി ആ പാട്ട് പാടിയടി, ഈ പാട്ട് പാടിയടി എന്നൊക്കെ പറയും. അപ്പോൾ പുള്ളിയാണ് അതിനിങ്ങനെ അവസരം തന്നുകൊണ്ട് ഇപ്പോൾ പിള്ളേരുടെ മുമ്പിൽ പാടുമ്പോൾ മമ്മി തുടങ്ങി കുറേ പാട്ട്, മമ്മി അപ്പോൾ ചെറുത് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ മൊബൈൽ അങ്ങോട്ട് ഓണാക്കും. അപ്പോൾ നമ്മൾ പാട്ട് നിർത്തുമല്ലോ. അങ്ങനെ ഒരു പാട്ട് പാടുകയെന്ന് വെച്ചാൽ പഴയ ഒരു പാട്ട്, ബിന്ദു ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഓക്കെ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും,
സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. കുറേ നാൾ പുറകിലോട്ട് പോയി. നന്നായിരുന്നു, നല്ല സൗണ്ടാണ്, നല്ല നല്ല വോയിസ്. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ട്. ആര് പാടാൻ പറയുമ്പോഴും എനിക്ക് ഫസ്റ്റ് നാവിൽ വരുന്നത് ഈ പാട്ടാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു.